വെൽക്കം ബാക്ക് ടു ലേൺ സയൻസ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതിന്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാല് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അളക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. എന്തൊക്കെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്? ലെങ്ത് മെഷർ ചെയ്യാം, മാസ് മെഷർ ചെയ്യാം, വെയിറ്റ് മെഷർ ചെയ്യാം, ഹൈറ്റ് മെഷർ ചെയ്യാം, സ്പീഡ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഏരിയ, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഇവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇവരൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാല്? The quantities which are independent of others. മറ്റ് ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വേറെ ആരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനത്തെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, time, current, temperature, luminous intensity and amount of substance. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, luminous intensity, amount of substance. ഈ 7 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാ. ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടം, ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം. മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. Mass, time, current, temperature, luminous intensity and amount of substance. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും നമുക്ക് പഠിച്ചേ മതിയാവൂ. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാല്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി, ഏരിയ, വോളിയം, ഇതൊക്കെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ കാറ്റഗറിയിൽ പെടുത്താം. ഇവർക്കൊന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ആരുടെ ഹെൽപ്പ് വേണം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഹെൽപ്പ് വേണം. അങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഹെൽപ്പ് കൊണ്ട് മാത്രം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി എത്ര ടൈപ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്? ഒരുപാട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒഴികെ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും എക്സാമിന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ എന്തിന് എക്സാമ്പിൾസ് പറയാൻ പറയും. അപ്പൊ നമുക്ക് എത്ര എണ്ണം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഇൻഫൈനൈറ്റ് ആണ്. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒഴികെ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? വോളിയം, ഏരിയ, ഡെൻസിറ്റി, ഇതൊക്കെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയ ഈ 7 ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പം മീറ്റർ, കിലോഗ്രാം, ആംപിയർ, കാൻഡില, ഇതൊക്കെ എന്തിലാ വരുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സിലാണ് വരുന്നത്. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ്
എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഡെൻസിറ്റിയുടെ യൂണിറ്റ്, വോളിയത്തിന്റെ യൂണിറ്റ്, ഏരിയയുടെ യൂണിറ്റ്, ഇതൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സിലായിരിക്കും വരുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും വിളിക്കും. SI യൂണിറ്റ്സ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതായത് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത യൂണിറ്റുകളെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ 7 ബേസിക് യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകളാണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് 7 ബേസിക് യൂണിറ്റുകൾ? നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളാണ് 7 ബേസിക് യൂണിറ്റുകളായിട്ട് പറയുന്നത്. അതായത് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, കറന്റിന്റെ യൂണിറ്റ് ആംപിയർ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ. അപ്പൊ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളെയാണ് നമ്മൾ 7 ബേസിക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മറ്റ് 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ദേ ആർ പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോർഷൻ ആണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമുക്ക് കുറച്ച് നമ്പേഴ്സ് തരും. ആ നമ്പേഴ്സിൽ നിന്ന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സ്ഥിരമായിട്ട് എക്സാമിന് 2-3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പല ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തരാം. നോൺ ഡെസിമൽ നമ്പേഴ്സ് തരാം, ഡെസിമൽ നമ്പേഴ്സ് തരാം, പവർ ഉള്ള നമ്പേഴ്സ് തരാം. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ നിന്നും എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോൺ ഡെസിമൽ ആയിട്ടുള്ള ഒരു നമ്പർ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 0, 0, 3, 5, 6, 0, 1, 0, 5, 0, 0. ഒരു നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. ഇതിൽ എവിടെയും ഡെസിമൽ ഇല്ല. സോ ഇതൊരു നോൺ ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു നോൺ ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിലെ സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ നോൺ 0 ഡിജിറ്റ് ഏതാ നോക്കാം. 0 അല്ലാത്ത ഫസ്റ്റ് ഡിജിറ്റ് നോൺ 0 ഡിജിറ്റ് ഏതാ നോക്കാം. നോക്കിക്കേ, നമ്മുടെ ഫസ്റ്റ് നോൺ 0 ഡിജിറ്റ് 3 ആണ്. ദെൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റത്തെ നോൺ 0 ഡിജിറ്റ് ഏതാണ്. ഏറ്റവും ലാസ്റ്റത്തെ നോൺ 0 ഡിജിറ്റ് ഏതാണ്? 5 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 7 ആണ്. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഫസ്റ്റ് നോൺ 0 നമ്പർ കൺസിഡർ ചെയ്തു, ലാസ്റ്റ് നോൺ 0 നമ്പർ കൺസിഡർ ചെയ്തു, ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കി. അതായിരിക്കും അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി അടുത്തത് നമ്പർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഡെസിമൽ ഇല്ല, അതൊരു നോൺ ഡെസിമൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഫസ്റ്റ് നോൺ 0 നമ്പർ കൺസിഡർ ചെയ്യാം. 1 ആണ് ഫസ്റ്റ് നോൺ 0 നമ്പർ. ഏറ്റവും ലാസ്റ്റ് നോൺ 0 നമ്പർ ഏതാണ്? 5 ആണ്. ഇനി നമുക്ക് നമ്പേഴ്സ് എണ്ണി നോക്കാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അപ്പൊ ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 13 ആണ്. ഇനി ഫോർ എക്സാമ്പിൾ 5, 3, 2, 0, 0, 5, 0, 0, 3, 0, 0. ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നോൺ 0 നമ്പർ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നോൺ 0 നമ്പർ മാർക്ക് ചെയ്തു, ലാസ്റ്റ് നോൺ 0 നമ്പർ മാർക്ക് ചെയ്തു. ഇനി എണ്ണിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 9 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നോൺ ഡെസിമൽ നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ നോൺ 0 നമ്പർ മാർക്ക് ചെയ്യുക, ഏറ്റവും ലാസ്റ്റത്തെ നോൺ 0 നമ്പർ മാർക്ക് ചെയ്യുക, നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. അതായിരിക്കും അവിടുത്തെ സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് നോൺ ഡെസിമൽ നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. ആദ്യത്തെ നോൺ 0 നമ്പർ മാർക്ക് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് നോൺ 0 നമ്പർ മാർക്ക് ചെയ്യുക, ആ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. അതായിരിക്കും അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ എങ്ങനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഞാനിത് ഇവിടെ ഒരു ഡെസിമൽ വാല്യൂ എഴുതാം. ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര നമുക്ക് നോക്കണം. ഇവിടെ ഡെസിമൽ ഉള്ളതുകൊണ്ട് ഇത് എന്ത് നമ്പർ ആണ്? ഒരു ഡെസിമൽ നമ്പർ ആണ്. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നോൺ 0 നമ്പർ ഏതാ നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് നോൺ 0 നമ്പർ 3 ആണ്. അവിടെ
മുതൽ ലാസ്റ്റ് വരെ അങ്ങോട്ട് കൗണ്ട് ചെയ്യാം. ലാസ്റ്റ് വരെ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 1 2 3 4. അപ്പൊ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 4 ആണ്. നമ്മൾ ആദ്യം എന്താ ചെയ്തേ? ഫസ്റ്റ് നോൺ സീറോ നമ്പർ മാർക്ക് ചെയ്തു, അവിടെ മുതൽ ലാസ്റ്റ് വരെ കൗണ്ട് ചെയ്തു. അതായിരിക്കും അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നോൺ സീറോ നമ്പർ കണ്ടുപിടിക്കണം. ആദ്യത്തെ നോൺ സീറോ നമ്പർ 3 ആണ്. അവിടെ മുതൽ ലാസ്റ്റ് വരെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 8 ആയിരിക്കും. നെക്സ്റ്റ് 3 5 6.00380. ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? ആദ്യത്തെ നോൺ സീറോ നമ്പർ മാർക്ക് ചെയ്യുക, ടിൽ എൻഡ് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 8 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിന്റെയും നോൺ ഡെസിമൽ നമ്പേഴ്സിന്റെയും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പഠിച്ചു. ഇനി ഇതേപോലെ പവർ ഉള്ള ഒരു നമ്പർ തന്നിട്ട് നമ്മളോട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിലോ എങ്ങനെ നമ്മൾ ചെയ്യാം? നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് പവറിനെ നെഗ്ലെക്ട് ചെയ്യാം. പവറിന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അതിന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇല്ല. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനിൽ പവർ തരികയാണെങ്കിൽ നമുക്ക് അതിനെ നെഗ്ലെക്ട് ചെയ്യാം. ബാക്കി നമ്പേഴ്സ് നോക്കിക്കേ. 2.650 ഇത് ഡെസിമൽ ആണ്. ഡെസിമലിനെ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഫസ്റ്റ് നോൺ സീറോ മാർക്ക് ചെയ്യുക, ടിൽ എൻഡ് വരെ കൗണ്ട് ചെയ്യുക. സോ 1 2 3 4. ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2.350 into 10⁻². ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 10⁻². നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. ഇത് ഡെസിമൽ ആണ്. സോ ഫസ്റ്റ് നോൺ സീറോ 3 ആണ്. ടിൽ എൻഡ് വരെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 5 ആണ്. ഇവിടെ എന്തായിരിക്കും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ഇത് ഡെസിമൽ നമ്പർ അല്ല, നോൺ ഡെസിമൽ ആണ്. എങ്ങനെയാ നോൺ ഡെസിമൽ നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക? ആദ്യത്തെ നോൺ സീറോ നമ്പർ മാർക്ക് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് നോൺ സീറോ നമ്പർ മാർക്ക് ചെയ്യുക, കൗണ്ട് ചെയ്യുക. 1 2 3 4. അപ്പൊ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 4 ആണ്. 0 3 4 3 0 0 5 into 10⁻². ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? ഫസ്റ്റ് നോൺ സീറോ നമ്പർ 3, ലാസ്റ്റ് നോൺ സീറോ നമ്പർ 5. നമ്പർ കൗണ്ട് ചെയ്തോളൂ. 1 2 3 4 5 6. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 6 ആയിരിക്കും. അപ്പൊ നമ്മള് ഡെസിമൽ നമ്പേഴ്സിലും നോൺ ഡെസിമൽ നമ്പേഴ്സിലും ഇതുപോലെ പവേഴ്സ് തന്നാലും എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാന്ന് പഠിച്ചു. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതിലെ മറ്റൊരു ചെറിയ പോർഷൻ ആണ് റൗണ്ട് ഓഫ്. നമ്പേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ തന്നിട്ടുണ്ട് 6.324. ഈ നമ്പറിനെ 2 ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. എങ്ങനെ നമ്മൾ ചെയ്യും? നമുക്ക് നോക്കാം. 6.324 ഇതിന്റെ 2 ഡെസിമൽ പോയിന്റ്സിലേക്കാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നത് 6.32, ഹയസ്റ്റ് ആയിട്ടുള്ള വരുന്നത് 6.33 ആയിരിക്കും. ഇനി ഇതിൽ ഏത് ചൂസ് ചെയ്യണം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഡിജിറ്റ് 5നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 5നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇവിടെ 4 ആണ് തന്നിരിക്കുന്നത്. 4 എന്ന് പറയുന്നത് 5നേക്കാളും ചെറിയ വാല്യൂ ആണ്. സോ നമ്മൾ ലോവസ്റ്റ് വാല്യൂ ആയ 6.32ലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ 6.326 തന്നു. ഇതിന് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം? 6.32ലേക്കും 6.33ലേക്കും നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്, ദാറ്റ് ഈസ് 5നേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോവസ്റ്റ് വാല്യൂയിലേക്കാണോ ഹയസ്റ്റ് വാല്യൂയിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യുന്നത്? ഹയസ്റ്റ് വാല്യൂയിലേക്കായിരിക്കും. സോ ഇത് 6.33 ആയിരിക്കും. ഈ നമ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ റൗണ്ട് ഓഫ് ചെയ്യാം? ഒന്ന്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 3.82 അല്ലെങ്കിൽ 3.83. ഈ 2 പോസിബിലിറ്റി നമുക്ക് ഉണ്ട്. ഇതിൽ ഏത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാ മനസ്സിലാക്കുക? ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. അത് 5നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഹൈ വാല്യൂ ചൂസ് ചെയ്യും. ഇവിടെ നമുക്ക് 7
ആണ് കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഈസ് ഹയർ ദാൻ 5. സോ നമ്മൾ ഏതാ ചൂസ് ചെയ്യേണ്ടത്? ഹയസ്റ്റ് വാല്യൂ ആയ 3.83 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ഫോർ എക്സാമ്പിൾ 4.32 ആണ് 321 ആണ് നമുക്ക് കിട്ടുന്നത് വിചാരിക്കൂ. ഇതിന് നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ 4.32 എടുക്കാം, അല്ലെങ്കിൽ 4.33 എടുക്കാം. ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 5. 5നേക്കാളും കുറവാണെങ്കിൽ നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് 4.32. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 5നേക്കാൾ ഹയസ്റ്റ് വാല്യൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചു, 5നേക്കാൾ ലെസ് വാല്യൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി 5 ആണ് ലാസ്റ്റ് ഡിജിറ്റിലേക്ക് വരുന്നതെങ്കിലോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 6.885. നമുക്ക് ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ 6.88 എഴുതാം, അല്ലെങ്കിൽ 6.89 എഴുതാം. ഇവിടെ നോക്കിക്കേ, 5ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ഈവൻ ഡിജിറ്റ് ആണ്. ഈവൻ ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ലോവസ്റ്റ് നമ്പർ ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ആൻസർ ഇവിടെ 6.88 ആയിരിക്കും. ഇനി ഇവിടെ നോക്കൂ, 5ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ഈവൻ നമ്പർ ആണ്. സോ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് പോസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് 30.24 അല്ലെങ്കിൽ 13.25. ഇവിടെ ഈവൻ ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ലോവസ്റ്റ് ആയിട്ടുള്ള 13.24 ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ 7, ദാറ്റ് ഈസ് ഓഡ് നമ്പർ ആണ്. സോ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഹയസ്റ്റ് വാല്യൂ ആയ 9.3 ഉണ്ട്, 9.37 ഉണ്ട്, 9.38 ഉണ്ട്. 5ന് തൊട്ട് മുമ്പുള്ളത് ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഹയസ്റ്റ് വാല്യൂ ആയ 9.38 ചൂസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്തത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു.